നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ്. നോക്കാം, പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. കേരളം വിറങ്ങലിച്ച മുണ്ടക്കൈ ചുരമല ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള പുനരധിവാസത്തിലേക്ക് കടക്കുകയാണ്. ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 25-ന് നടക്കും. 175 വീടുകൾ കൈമാറാനും 178 പേർക്ക് പട്ടയങ്ങൾ നൽകാനുമാണ് തീരുമാനം. അതേസമയം ദുരന്തബാധിതർക്ക് KPCC പ്രഖ്യാപിച്ച വീടുകൾ 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഈ മാസം 26-ന് തറക്കല്ലിടുമെന്നും KPCC അധ്യക്ഷൻ അറിയിച്ചു. മരണത്തെ മുഖാമുഖം കണ്ട ജനതയാണ്, അവരുടെ അതിജീവനമാണ് പ്രധാനം. അതുകൊണ്ട് ഈ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന ചിലരുടെ പ്രചാരണം തള്ളിക്കളയാം. നമ്മൾ നേരെ വയനാട്ടിലെ ടൗൺഷിപ്പിലേക്കാണ് പോകുന്നത്. കാളിദാസൻ ദേവദത്തം ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. കാളിദാസൻ, സർക്കാരിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ട ഉദ്ഘാടനം സംബന്ധിച്ച് കോൺഗ്രസ് അവർ നിർമ്മിച്ചു നൽകുന്ന വീടുകളെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അവിടുത്തെ ജനത എങ്ങനെ ഈ പ്രഖ്യാപനങ്ങളെ കാണുന്നു? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ഉമേഷ്, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം, ആ കൂട്ടം ആളുകളുടെ അവർ ഏറെക്കാലമായി കണ്ടിരുന്ന ആ സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച ആ വീടുകളുടെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം എന്നാണെന്നുള്ളത് തീയതി അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു തീയതി അറിഞ്ഞതോടുകൂടി 25-ാം തീയതിയാണ് താക്കോൽ കൈമാറ്റം നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് നാളെ ഇവിടെ മേപ്പാടിയിൽ ഇതിനെ സംബന്ധിച്ച് മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. 178 പേർക്കാണ് അല്ലെങ്കിൽ 178 വീടുകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ദുരന്തബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ അവർ ഏറെ സന്തോഷത്തിലാണ്. വിജയേട്ടാ, സന്തോഷത്തിലാണ്. നാളെ നറുക്കെടുപ്പ് നടക്കുകയാണ്. 178 ആദ്യ ഫേസിൽ വരുന്ന 178 പേരുടെ നറുക്കെടുപ്പ് നടക്കുകയാണ്. ആ നറുക്കെടുപ്പിൽ ഞാനും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അത് 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അത് കാണുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക് സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് പല തരത്തിലുള്ള സഹായങ്ങളാണ്. അതായത് അടിയന്തര സഹായമായിട്ട് സഹായിച്ചിട്ടുണ്ട്, ചികിത്സാ സഹായമുണ്ട്, അതുപോലെ തന്നെ ഭൂമി നഷ്ടപ്പെട്ടവരുടെ ഭൂമി തിരിച്ചെടുത്ത് അതിൽ കൃഷി ചെയ്യാനുള്ള സംവിധാനം 3,20,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ മൈക്രോ പ്ലാൻ, ഓരോരുത്തർക്കും സംരംഭങ്ങൾ തുടങ്ങി ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സർക്കാർ. നിത്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം 300 രൂപ വീതം സർക്കാർ തരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 16 മാസത്തോളം 14 മാസമായി. 14 മാസത്തോളം കിട്ടി. ഇനി ബാക്കിയും കൂടി 6 മാസത്തേക്കും കൂടി 4 മാസത്തേക്കും കൂടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഇത്ര കാലമായപ്പോഴും ഈ ഒരു വീടുകളിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിരുന്നു എന്നത് തന്നെയാണല്ലേ? അതെ, ഞങ്ങൾക്ക് എന്തിനെങ്കിലും വേണ്ടി അലയേണ്ടി വന്നിട്ടില്ല. ചികിത്സയാണെങ്കിലും ശരി. ഇനിയിപ്പം സർക്കാർ അവിടുന്ന് ക്യാമ്പിൽ നിന്ന് മാറ്റിയ ഉടനെ എല്ലാവരെയും വാടക വീടുകളിലേക്കാണ് അയച്ചത്. വാടക കൃത്യമായിട്ട് തരുന്നു. എല്ലാ മാസവും 1-ാം തീയതിയോ അല്ലെങ്കിൽ 2-ാം തീയതിയോ, പരമാവധി പോയാൽ 5-ാം തീയതിക്കുള്ളിൽ വാടകയും അതുപോലെ തന്നെ ഉപജീവന മാർഗമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതാണ് എല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായിരുന്നു കേട്ടോ. മാർച്ച് 27-നാണ് ഈ ഒരു ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടത്. അതിനുശേഷം 1 വർഷം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ വീടുകളിലേക്ക് എത്തുന്നു അല്ലേ? അതെ, അത് വളരെ അത്ഭുതകരമായിട്ടാണ് ഈ വീടിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇതിലെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് വരെ മഴയായിരുന്നു. എന്നാലും ഇത്രയും വീടുകൾ ഇത്രയും പെട്ടെന്ന് പണിയിടുന്നത് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാവരും ആയാലും ഈ ചൂരമലയും മുണ്ടക്കായ് നിവാസികളെ ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു ഇതാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 7 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിൽ ഈ വീട് ഒരുങ്ങുന്നത്. ലോകോത്തര നിലവാരത്തിലാണ് ഒരുങ്ങുന്നത്. അതിൻ്റെ മേലെ സോളാറുണ്ട്, എല്ലാ ഫർണിച്ചറുകളും എല്ലാം അടങ്ങിയതാണ് നമുക്ക് തരാൻ പോകുന്നത്. അതെ, അത്രയും മികച്ച രീതിയിൽ പണി കഴിപ്പിച്ച വീടുകൾ തന്നെയാണ് ലഭിക്കുന്നതെന്നും കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യഘട്ടമാണ് ഇപ്പോൾ ഈ ഒരു 25-ന് ഇതിന്റെ താക്കോൽ കൈമാറ്റം അടക്കം നടക്കുന്നത്. 2-ാം ഘട്ടത്തിലേക്ക്, അതായത് ബാക്കിയുള്ളവർ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. മഴക്കാലം വരുന്നതിന് മുമ്പേ തന്നെ ആ വീടുകളും കൂടി പൂർത്തിയാകുമെന്നുള്ളതും കൂടിയാണ്. ചേട്ടാ, 2-ാം ഘട്ടത്തിലേക്കാണ് ചേട്ടന്റെ വീടുകളൊക്കെ ഉള്ളത്. എന്തായാലും അതിവേഗം തന്നെ ഇവരുടെ 25-ന് താക്കോൽ കൈമാറുകയാണ്. മറ്റേതും അധികം താമസിക്കാതെ തന്നെ കിട്ടും. മെയ് മാസം മുതൽ കിട്ടുന്നത്. ഞാൻ ആദ്യം ഈ സിസ്റ്റം നന്ദി പറയാണ്. കാരണം എന്താ പറയുക, ഞാൻ ഈ ഉരുള് പൊട്ടിയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും
ഉരുളുപൊട്ടിയ സ്ഥലത്തേക്ക് മുണ്ടക്കൈക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റിയാസ് മിനിസ്റ്റർ വിളിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. ഒറ്റ വാക്ക് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ വേർതിരിക്കരുത്. ഞങ്ങളൊരു അച്ഛൻ്റെയും അമ്മയും മക്കളെ പോലെ ജീവിച്ചിരുന്ന ഈ നാട്ടിൽ വ്യത്യസ്തമായിട്ട് കൂടപ്പറപ്പുകൾ പോലെ ഒരുമിച്ച് ജീവിച്ച ആളുകളാണ്. ഞങ്ങളെ വേർതിരിക്കരുതെന്ന്. ഇപ്പം ഞാനിവിടെ വന്ന് നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ വിളിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ഒന്ന് നോക്കിയേ, ചെറിയൊരു ഞങ്ങളെ വീട്ടിൽ നാട്ടിൽ മധുരം ഉണ്ടായിരുന്നില്ല, ഏറ്റവും വലിയ മധുരം ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയ മധുരമാണെങ്കിലും അങ്ങോട്ട് കൊണ്ട് കൈ കൊടുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അടുപ്പിച്ച വീടുകൾ, എത്ര വലിയ സന്തോഷമാണ്. ഞങ്ങൾ അതേപോലെ ഒരുമിച്ച് കൂട്ടിയില്ലേ. അതെ, വീണ്ടും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. അതും നല്ല ഒരു തുറസായ കണ്ണായ സ്ഥലം എന്ന് പറയാം അല്ലേ. നമ്മുടെ പ്രദേശവാസിയുണ്ട്, ഇവരെയൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ പ്രദേശവാസിയുണ്ട്. പ്രദേശവാസിയുടെ പ്രതികരണം എങ്ങനെയാ? എല്ലാവരും വരുന്നു. 25-ന് ആദ്യഘട്ട താക്കോൽ കൈമാറുവാണ്. അതിനുശേഷം മഴക്കാലം കഴിയുന്നതിന് മുമ്പേ ബാക്കിയുള്ളവർക്കും. എത്രയും പെട്ടെന്ന് വീട് പേർക്ക് കൊടുക്കാൻ കാണിച്ച സർക്കാരിനോട് വളരെയധികം നന്ദി പറയാണ്. ഞാൻ ഈ പ്രദേശവാസി എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. ഗതാഗതം, അതുപോലെ തന്നെ അടിസ്ഥാന വെള്ളം, അതിനൊക്കെ കറണ്ടിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു കിടന്നൊരു എസ്റ്റേറ്റ് ആയിരുന്നു. അറിയാലോ, ഇവിടെ എല്ലാ ചാനലിലും വന്നിട്ട് ഈ എസ്റ്റേറ്റ് തൊഴിലാളികളെ വിഷയമൊക്കെ അവിടെ നിന്ന് ചർച്ച ചെയ്ത് പോകാം. പക്ഷെ ഇവർക്കിത് കൈമാറുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഒരു പുതുജീവൻ വരികയാണ്. ഇവിടെയുള്ള ആളുകൾക്ക് അടിസ്ഥാന സൗകര്യം വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഉണ്ടായ ദുരന്തം കഴിഞ്ഞിട്ട് വർഷം 2 ആവുന്നുള്ളൂ. അപ്പോൾ അവർക്കൊരു വീട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് അതിവേഗം പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതിന്റെ ഒരു ഫലം കൂടിയാണ് ഈ കാണുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഇവരെല്ലാവരും ഹാപ്പിയാണ്. ആദ്യഘട്ടത്തിൽ വീടുകൾ കിട്ടുന്നവർ അതിലേറെ ഹാപ്പിയാണ്. 2ാം ഘട്ടത്തിലേക്കുള്ള ചേട്ടനും വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. നാളെ ഇതിനെ സംബന്ധിച്ചുള്ള നറുക്കെടുപ്പ് നടക്കുകയാണ്. കളക്ടറുടെയും മന്ത്രി OR കേളുവിന്റെയും നേതൃത്വത്തിൽ ഈ നറുക്കെടുപ്പ് 178 വീടുകൾ അടക്കമുള്ള കൈമാറ്റത്തിലേക്കുള്ള ആ നറുക്കെടുപ്പ് ചടങ്ങും കഴിഞ്ഞാൽ 25-ാം തീയതി മുഖ്യമന്ത്രി ഈ ആദ്യഘട്ട വീടുകളുടെ താക്കോൽ കൈമാറ്റവും നിർവഹിക്കും. ഉന്മേഷ്, ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത ഒരു കാര്യത്തിന് ഇന്ന് തീരുമാനമായിട്ടുണ്ട്. സർക്കാർ പുറത്തിറക്കുന്ന പുതിയ മദ്യ ബ്രാൻഡിന്റെ പേര് ഇന്ന് എക്സൈസ് വകുപ്പ് തീരുമാനിച്ചു. ജവാന് പിന്നാലെ സർക്കാർ പുറത്തിറക്കുന്ന മദ്യത്തിന്റെ പേര് മലബാർ മിസ്റ്ററി എന്നാണ്. പൊതുജനങ്ങൾക്ക് പേര് നിർദ്ദേശിക്കാൻ അവസരമുണ്ടായിരുന്നുവെങ്കിലും നിയമപ്രശ്നങ്ങൾ കാരണം വകുപ്പ് തന്നെയാണ് പേരിട്ടത്. ഓർക്കുക, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഡബിൾ ചങ്ക് ഡീലക്സ് മുതൽ കരളുകത്തിയും പടയപ്പയും കടന്ന് പേരുകൾ അങ്ങനെ പലത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ്. രാഷ്ട്രീയവും ട്രോളുമൊക്കെയായി എന്തായിരിക്കും സർക്കാരിന്റെ പുതിയ മദ്യ ബ്രാൻഡിന്റെ പേര് എന്നത് വലിയ ആകാംക്ഷയായിരുന്നു. ആ പേര് വന്നു, മലബാർ മിസ്റ്ററി, അഥവാ വരാൻ പോകുന്നത് മലബാറിലെ നിഗൂഢത. കേരളത്തിലെ മദ്യപാനികൾക്കിടയിൽ ഏറെ ജനപ്രീതിയുള്ള ജവാൻ റമ്മിന് പിന്നാലെ സംസ്ഥാന സർക്കാർ നേരിട്ട് വിപണിയിലെത്തിക്കുന്ന പുതിയ മദ്യ ബ്രാൻഡാണ് മലബാർ മിസ്റ്ററി. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ മേനോൻപാറയിലുള്ള മലബാർ ഡിസ്റ്റിലറീസിലെ വിദേശ മദ്യ പ്ലാന്റിൽ നിന്നാണ് ഈ പുതിയ ബ്രാൻഡ് പുറത്തിറക്കുന്നത്. ഫെബ്രുവരി 21-ന് പ്ലാന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ബ്രാൻഡിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. മലബാർ മിസ്റ്ററി എന്ന പേര് അങ്ങനെ വെറുതെ വന്നതല്ല. മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് 10,000 രൂപ നൽകുമെന്ന് ബെവ്കോ പരസ്യം നൽകിയിരുന്നു. എന്നാൽ അത് വിവാദമാവുകയും സംഭവം കോടതി കയറുകയും ചെയ്തു. ഏകദേശം 40,000-ഓളം പേരുകളാണ് പൊതുജനങ്ങൾ നിർദ്ദേശിച്ചത്. ജനങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച മലബാർ മിസ്റ്റ് എന്ന പേരായിരുന്നു അധികൃതർ ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ആ പേര് നൽകാൻ സാധിച്ചില്ല. തുടർന്നാണ് വകുപ്പ് തന്നെ ഇടപെട്ട് മലബാർ മിസ്റ്ററി എന്ന പേര് അന്തിമമായി തീരുമാനിച്ചത്. ചിറ്റൂരിലെ മലബാർ ഡിസ്റ്റിലറീസ് വളപ്പിൽ ഏകദേശം 75,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ മദ്യനിർമ്മാണ പ്ലാന്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക രീതിയിലുള്ള 3 ഓട്ടോമേറ്റഡ് ബോട്ടിലിംഗ് ലൈനുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ പ്ലാന്റ് പൂർണ്ണ സജ്ജമാകുന്നതോടെ പ്രതിദിനം 13,500 കേസ്, അതായത് ഏകദേശം 1,80,000 ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തുടക്കത്തിൽ 1/2 ലിറ്ററിന്റെ കുപ്പികളിലായാണ് മലബാർ മിസ്റ്ററി വിപണിയിലെത്തുക. വിലയുടെ കാര്യത്തിലും സാധാരണക്കാർക്ക് വലിയ ഭാരമാകില്ല. നിലവിൽ വിപണിയിലുള്ള ജവാൻ മദ്യത്തിന് സമാനമായ വിലയിലായിരിക്കും ഈ പുതിയ ബ്രാൻഡിയും ലഭ്യമാവുക. ഗുണമേന്മയുള്ള മദ്യം മിതമായ നിരക്കിൽ, അതാണ് സർക്കാർ ബ്രാൻഡുകളുടെ ഒരു ടാഗ് ലൈൻ തന്നെ. ജവാൻ മദ്യത്തിന് വിപണിയിൽ വലിയ ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ മലബാർ മിസ്റ്ററിയും കത്തിക്കയറും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മുന്നണികൾ ഇനി നഗരത്തിനു വേണ്ടി പ്രഖ്യാപിക്കാൻ ഒന്നും ബാക്കിയില്ല. സ്മാർട്ട് സിറ്റി മുതൽ ഒളിമ്പിക്സ് വരെയുണ്ട്. വാഗ്ദാന പെരുമഴയ്ക്ക് പഞ്ഞമില്ലെങ്കിലും നഗരത്തിലെ ശ്മശാനത്തിന് മാത്രം മോക്ഷമില്ല. കോർപ്പറേഷനിൽ ഭരണസമിതികൾ മാറി മാറി വന്നിട്ടും
ശാന്തി കവാടത്തിന് മാറ്റമില്ല. കാണാം അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ശാന്തി തേടി ശാന്തി കവാടം. കാലങ്ങളായി നഗരവികസനത്തിന്റെ പരിധിയിൽപ്പെടാതെ പോകുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് തൈക്കാട് ശാന്തി കവാടം. പേരിൽ മാത്രം ശാന്തിയുള്ള ഇവിടെ മരണാനന്തര ചടങ്ങുകൾക്ക് മൃതദേഹം എത്തിക്കുന്നവർക്ക് ശാന്തിക്ക് പോലും വകയില്ല എന്നുള്ളതാണ് വസ്തുത. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ വിറകുപയോഗിക്കുന്ന ശ്മശാനത്തിന്റെ പ്രവർത്തന സമയം വെട്ടിക്കുറച്ചു. ശോചനീയാവസ്ഥയിലായതിനാൽ അവയിലൊന്ന് നാളുകളായി പൂട്ടിക്കിടക്കുകയാണ്. ഗ്യാസിന്റെ പണം മുടങ്ങിയതോടെ കരാറുകാരൻ ഗ്യാസ് വിതരണം നിർത്തി. അതോടെ ഗ്യാസ് ചേമ്പർ 1 മാസത്തോളം പൂട്ടിക്കിടന്നു. നമ്മുടെ 101 വാർഡ് പ്രദേശത്തുള്ള കോർപ്പറേഷനിലെ ജനങ്ങൾ ഇവിടെ മരണപ്പെട്ടാൽ ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ സംസ്കരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന കവാടം. പക്ഷേ ഇത് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുകയാണ്. വിറക് ഉപയോഗിച്ച് സംസ്കരിക്കുന്ന 4 യൂണിറ്റുകളുണ്ട്. ആ 4 യൂണിറ്റുകൾ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവിടെ മുഴുവൻ തകർന്ന് പൊളിഞ്ഞു കിടക്കുകയാണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടിയന്തരമായി ഞങ്ങൾ കോർപ്പറേഷനിൽ നമ്മുടെ കൗൺസിലർമാർ കോർപ്പറേഷനിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. ഇവിടെ പാർക്കിംഗ് സൗകര്യമില്ല. ഇവിടെ വന്നിട്ട് ഒന്നുകിൽ 6 മണിയാകുമ്പോൾ പിന്നെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ഇല്ല, സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യൂ ആണ്. അപ്പോൾ ആളുകൾ പുത്തൻകോട്ട അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഒരു ദിവസം 15 മുതൽ 20 വരെ മൃതദേഹങ്ങൾ ഇവിടെ സംസ്കാരത്തിനായി എത്തിക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളിൽ നിന്നും നല്ലൊരു തുക ഇവിടെ ഈടാക്കുന്നുമുണ്ട്. പക്ഷേ ആ തുകയ്ക്കനുസരിച്ചുള്ള സേവനം അവർക്ക് നൽകുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. പ്രവർത്തനം തുടരുന്ന വിറക് ഉപയോഗിച്ചുള്ള സംസ്കാര തറകൾ ശോചനീയാവസ്ഥയിൽ തന്നെ തുടരുമ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് എത്തുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കാനും ഇതുവരെ ബന്ധപ്പെട്ടവർക്ക് ആയിട്ടില്ല. എന്നാൽ കാലങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തുടരുന്ന വാഹനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ശാന്തി കവാടത്തിന്റെ പരിസരം. ദഹിപ്പിക്കാൻ ഇവിടെ നമ്മൾ ബോഡി വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇത്രയും പഴയ സംവിധാനമാണ്. അവിടെ എലി അടക്കമുള്ള ജന്തുക്കൾ ആ ഒരു ദഹനത്തിൻ്റെ പ്രദേശത്തുണ്ട്. ഗ്യാസിൻ്റെ സർവീസ് കഴിഞ്ഞു, അതിനുശേഷം കുടിശ്ശിക ബാക്കിയുണ്ട്. ഈ ഗ്യാസിൻ്റെ കുടിശ്ശിക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതുവരെ പ്രാവർത്തികമാക്കാത്തത്. പിന്നെ ഇവിടുത്തെ ഗ്യാസിൻ്റെ ഇലക്ട്രിക്കിൻ്റെ എണ്ണം കൂട്ടണം. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം കൂടാണല്ലോ. അപ്പോൾ ഈ ഗ്യാസ് ഫർണസുകളുടെ ഇലക്ട്രിക് ഫർണസുകളുടെ എണ്ണം കൂട്ടണം. കാരണം ഇവിടെ പോപ്പുലേഷൻ കൂടുകയാണ്. എന്നുമാത്രമല്ല ഗ്യാസ് ഫർണസിൻ്റെ ഈ കുടിശ്ശിക തീർക്കാത്തതുകൊണ്ടാണ് പലരും ഇപ്പോൾ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വലിയ റേറ്റാണ് ഇവിടെ വാങ്ങിക്കുന്നത്. കോർപ്പറേഷൻ ഭരണസമിതികൾ മാറി മാറി വന്നേക്കാം. അവർ പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോയേക്കാം. അപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഇത്തരം അടിയന്തര പ്രശ്നങ്ങളെ ഉടൻ പരിഗണിക്കണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. രഞ്ജിത്തിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളം. ഇടത്തോട്ടോ വലത്തോട്ടോ കേരളം എങ്ങോട്ട് ചായുമെന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മതി. ബിഗ് ബോസ് താരം അഖിൽ മാരാർ 2020 എത്തിയതോടെ വലിയ വിസ്മയങ്ങൾക്കാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. മിനി സ്ക്രീൻ പുലികൾ മുതൽ ബിഗ് സ്ക്രീൻ താരങ്ങൾ വരെ. നോക്കാം തെരഞ്ഞെടുപ്പ് രംഗത്ത് പറഞ്ഞു കേൾക്കുന്ന പുത്തൻ താരോദയങ്ങളെയും പഴയ ചില പടക്കുതിരകളെയും കുറിച്ച്. വോട്ടർമാരിൽ വലിയൊരു ശതമാനം ജൻസികൾ ജനവിധി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തും. വോട്ടർമാർക്കിടയിൽ മാത്രമല്ല, സ്ഥാനാർത്ഥികളിലും ഈ തലമുറ മാറ്റം നടക്കുകയാണ്. വി.ഡി. സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ബിഗ് ബോസ് താരം അഖിൽ മാരാരുടെ പൊടുന്നനെയുള്ള മാറ്റമാണ് നിലവിലെ ചർച്ചാ വിഷയം. 2020 അഖിൽ മാരാർ
കൊട്ടാരക്കരയിൽ NDA സ്ഥാനാർത്ഥിയായേക്കും. കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് നിയമസഭയിൽ മറ്റാരേക്കാളും ഉച്ചത്തിൽ എൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്നതിനപ്പുറത്തേക്ക് തൽക്കാലം വലിയ വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കെ ബാബു MLA യുടെ തീരുമാനം കോൺഗ്രസിന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ചൂണ്ടുപലകയാകുകയാണ്. കെ ബാബു ഒഴിയുന്നതോടെ ചലച്ചിത്ര താരം രമേശ് പിഷാരടിയുടെ പേരാണ് പകരം തൃപ്പൂണിത്തറയിൽ കോൺഗ്രസിന് വേണ്ടി ഉയരുന്നത്. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും താരമായ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ പേരും തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ പരിഗണനാ പട്ടികയിലുണ്ട്. ചർച്ചകളിൽ എതിരാളികളെ മലർത്തിയടിക്കുന്ന നിരീക്ഷകരുടെ നീണ്ട നിര തന്നെ പിന്നാലെ വരുന്നു. മുൻ ഇടതു നിരീക്ഷകനായ BN ഹസ്കറിന്റെ പേര് ഇരവിപുരത്തെ UDF സാധ്യതാ പട്ടികയിലും റെജി ലൂക്കോസിന്റെ പേര് കടുത്തുരുത്തിയിലെ BJP സാധ്യതാ പട്ടികയിലും ഇടം പിടിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് ഈ രാഷ്ട്രീയ മാറ്റത്തിന് അനുകൂലമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുള്ളൊരു വ്യക്തമായ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള BJPക്ക് ഗുണം ചെയ്യും. BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മിനിമം ഒരു 30-32 സീറ്റിലേക്ക് പോകും. മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും അന്തരിച്ച ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിന് കൂടിയാണ് കേരളം ഒരുങ്ങുന്നത്. VSന്റെ മകൻ അരുൺകുമാറിന്റെ പേരും ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെ പേരും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവ ചർച്ചയാണ്. നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ, പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പൊ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അറിയില്ല. മലമ്പുഴ അച്ഛന്റെ വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണല്ലോ. ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയന്റെ പേരും വാർത്തകളിൽ നിറയുന്നുണ്ട്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിലും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസ താരം ഇടം പിടിച്ചിട്ടുണ്ടെന്നതാണ് രസം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഷൊർണൂർ മുൻ MLA PK ശശി ഇനി UDF പാളയത്തിലെത്തുമോ എന്നതിൽ മാത്രമാണ് സസ്പെൻസ് ബാക്കി. നാളെ എവിടെയെന്ന് പറയാനാകില്ലെന്ന് ശശി തന്നെ രാജിക്ക് പിന്നാലെ വ്യക്തമാക്കുന്നു. അതിൽ നിന്നൊരു മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നതാണോ? ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇതുവരെ ഇനി ചിന്തിക്കാം. നാളെ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആശയപരമായില്ല. നാളെ നിങ്ങൾ പാലക്കാട്ട് ഉണ്ടാകുമോ അതോ നിങ്ങൾ കൊച്ചിയിലുണ്ടാകുക എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? പുതുമുഖങ്ങൾ വരുന്നതോടെ കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്ക് മാറുമെന്ന് കാത്തിരിക്കാം. കൂറുമാറുന്ന പഴയ പടക്കുതിരകളുടെ നീക്കവും നിർണായകമാണ്. പക്ഷേ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് അതത് പാർട്ടികളും പരിഗണനാ പട്ടികയിലുള്ള സ്ഥാനാർത്ഥികളുമാണ്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. അധികൃതരുടെ അനാസ്ഥയിൽ അവഗണന നേരിടുന്ന ശുദ്ധജല തടാകമാണ് കാസർഗോഡ് ജില്ലയിലെ തീർത്ഥങ്കര ശുദ്ധജല തടാകം. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്ന തടാകം പൂർണ്ണമായും ഇപ്പോൾ പായൽ മൂടി കിടക്കുകയാണ്. ടൂറിസം വികസനത്തിനുൾപ്പെടെ സഹായകരമാകുന്ന ശുദ്ധജല തടാകം ശുചീകരിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് എനിക്ക് പുറകിൽ കാണുന്ന തീർത്ഥങ്കര ശുദ്ധജല തടാകം. 10 ഏക്കറിലധികം വിസ്തൃതിയുണ്ട്. കാഞ്ഞങ്ങാട് നീലേശ്വരം മുനിസിപ്പാലിറ്റി പരിധികളിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാവുന്ന ജലസ്രോതസ്സാണെങ്കിലും ഈ ശുദ്ധജല തടാകം ഇപ്പോൾ അവഗണനയുടെ പടുകുഴിയിലാണ്. അറബിക്കടലിന് അടുത്തായിട്ട് പോലും ഉപ്പിൻ്റെ അംശം തീരെയില്ലാത്ത വെള്ളമാണ് തീർത്ഥങ്കര ശുദ്ധജല തടാകത്തിലേത്. പണ്ട് താമര കൊണ്ട് സമ്പന്നമായിരുന്ന തടാകം ഇപ്പോൾ പായൽ മൂടിയ നിലയിലാണ്. കാർഷികാവശ്യത്തിനും മീൻ വളർത്തുന്നതിനും തടാകം ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിനും അനുമതിയില്ല. 11 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന തീർത്ഥങ്കര ശുദ്ധജല തടാകം നിലവിൽ കേരള കാർഷിക സർവകലാശാലയുടെ അധീനതയിലാണ്. പടന്നക്കാട് കാർഷിക കോളേജിന്റെ നേതൃത്വത്തിൽ തടാകത്തിലെ പായൽ നീക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തടാകത്തിനോട് ചേർന്ന് കിടക്കുന്ന കാഞ്ഞങ്ങാട് നീലേശ്വരം മുനിസിപ്പാലിറ്റി പരിധികളിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വെള്ളം ശുചീകരിക്കുന്നതോടെ സാധിക്കും. എന്നാൽ നവീകരണ പ്രവൃത്തികൾക്കുള്ള ചെലവ് വഹിക്കുന്ന കാര്യത്തിൽ 2 മുനിസിപ്പാലിറ്റികളിലും ആശയക്കുഴപ്പം തുടരുകയാണ്. ശരിക്കും വെച്ചാൽ ഒരു 10-60 ലക്ഷം രൂപ മത്സ്യം വിൽക്കാൻ ഇതിൽ ഒരു കൊല്ലം. നന്നായിട്ട് വളരും. അതിന് എല്ലാ സാഹചര്യവും ഉണ്ട്. അത്ര സ്ഥലമുണ്ട്. താമര,
മറ്റു സസ്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ. ശുദ്ധജലമാണ് കുടിക്കാൻ പറ്റും. നമ്മളെ ചെറുപ്പത്തിൽ വെള്ളം കുടിക്കലുണ്ട്, ഇപ്പം വളരെ മോശമായി കഴിഞ്ഞു. ഒന്നാമത് കാർഷിക കോളേജിൻ്റെ കയ്യിൽ എത്തിയ പിന്നെ അത് വളരെ മോശമായത്. മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേ അവർ ലാഭം നോക്കുന്നു മുനിസിപ്പാലിറ്റി, ഇതിലെന്ത് കിട്ടും. അപ്പോൾ കുറേ ചിലവിട്ട് അത്ര പേർ കിട്ടിയില്ലെങ്കിലോ ഇല്ല പേടിയാണ്. അപ്പോൾ അവർ ഇടപെടുന്നില്ല. മുനിസിപ്പാലിറ്റിക്ക് തന്നെ എടുക്കാം ഇത് വേണമെങ്കിൽ. ഗവൺമെൻറ് ചോദിച്ചാൽ മുനിസിപ്പാലിറ്റി കൊടുക്കാമല്ലോ. ഇത് മുനിസിപ്പാലിറ്റി ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. കാഞ്ഞങ്ങാട് നഗരസഭ തയ്യാറാക്കിയ വികസന രേഖയിൽ തീർത്ഥങ്കര ശുദ്ധജല തടാകം കേന്ദ്രീകരിച്ച് പക്ഷി വളർത്തുകേന്ദ്രം, അക്വേറിയം എന്നിവ നിർമ്മിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചിരുന്നു. കാർഷിക കോളേജിന്റെ നേതൃത്വത്തിൽ തടാകവും പരിസര പ്രദേശവും ടൂറിസം സ്പോട്ടാക്കണമെന്നാവശ്യപ്പെട്ട് പ്രപ്പോസൽ നൽകിയെങ്കിലും അതും അവഗണിച്ച മട്ടാണ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെറുവത്തൂരിൽ നടപ്പിലാക്കിയ വയൽക്കാറ്റ് പോലുള്ള പദ്ധതികൾ തീർത്ഥങ്കരയിലും ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ശുദ്ധജല തടാകത്തെ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നവീകരിക്കണം. കാർഷിക കോളേജ് ഇത് സംബന്ധിച്ച പ്രപ്പോസൽ നൽകിയെങ്കിലും അതെങ്ങും എത്തിയില്ല. ഈ നാട്ടിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാൽ തീർത്ഥങ്കര ശുദ്ധജല തടാകത്തിനും അവഗണനയിൽ നിന്ന് മോശം ലഭിക്കും. വിനോദ് മേലിലേക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.